ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫർ കെവിൻ കാർട്ടറുടെ ഒരു ഫോട്ടോയുണ്ട്. പട്ടിണിയുടെ ഭീകരമുഖം കാട്ടുന്ന ആ ഫോട്ടോ ലോക മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നാണ്. അത്യന്തം ആവശ്യമായ ഒരു പെൺകുട്ടി ഐക്യരാഷ്ട്രസഭ വിതരണം ചെയ്യുന്ന ഭക്ഷണപ്പൊതി വാങ്ങാനായി ഇഴഞ്ഞു നീങ്ങുന്നു. നിലത്തേക്കൂടി ഇഴഞ്ഞു നീങ്ങുന്നു. ക്ഷീണിച്ച് ഇടറി വീഴുന്ന ആ പിഞ്ചു പൈതലിന്റെ ജീവൻ പോകുമ്പോൾ കൊത്തി വലിക്കാനായി ഒരു കഴുകൻ തൊട്ടപ്പുറത്ത് കാത്തിരിക്കുന്നു. ജീവൻ പോകുന്ന കുട്ടിയുടെ ദേഹത്ത് കഴുകൻ കൊത്തുന്നതിന്റെ ഫോട്ടോ എടുക്കാൻ കെവിൻ കാർട്ടർ 20 മിനിറ്റോളം കാത്തിരുന്നു. എന്നാൽ ആ കുട്ടിയുടെ ജീവൻ പോയില്ല, കഴുകൻ കൊത്തിയിട്ടുമില്ല. അവസാനം ക്ഷമകെട്ട കാർട്ടർ ആ ഫോട്ടോ എടുത്ത് ലോകത്തിന് മുന്നിൽ ഇട്ടുകൊടുത്തു. ധാരാളം സമ്മാനങ്ങളും നേടി. എന്നാൽ ആ ഫോട്ടോയുടെ തിരക്കിനിടയിൽ മറന്നുപോയ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന ചിന്ത കാർട്ടനെ വല്ലാതെ അലട്ടി. ആ പിഞ്ചു പൈതലിന് ഒരു പൊതി ഭക്ഷണം കൊടുക്കാതെ താൻ മനുഷ്യനാണോ എന്ന് അദ്ദേഹം സ്വയം വിചാരണ ചെയ്യാൻ തുടങ്ങി. അവസാനം സ്വന്തം കാറിന്റെ പുക ശ്വസിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്: ഒരു കുട്ടിയും അന്നത്തെ നിന്ദിക്കരുത്, ഒരന്നം പോലും പാഴാക്കി കളയല്ലേ. ചിന്തിക്കണം. ഒരു ഭാഗത്ത് നാം കുടിച്ചും കൂത്താടിയും ഭക്ഷണം പാഴാക്കി കളയുമ്പോൾ മറുഭാഗത്ത് ഇങ്ങനൊരവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് നാം ആരൊക്കെ ചിന്തിച്ചിട്ടുണ്ട്? ലോകത്ത് ഓരോ മിനിറ്റിലും 14 കുട്ടികൾ വീതം മരിച്ചു വീഴുന്നത് ദിവസങ്ങളോളം ഒരന്നം പോലും കിട്ടാതെയാണ്. നമ്മുടെ പ്ലേറ്റിൽ ബാക്കിയായി നാം വേസ്റ്റിൽ തള്ളുന്ന ഒരു പിടി അന്നം, ആ ഒരു പിടി അന്നം ഒരുപാട് കുട്ടികളുടെ ഒരാഴ്ചത്തേക്കുള്ള ജീവനാണ്. ഒരന്നം നമുക്ക് മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ അതിനെത്രപ്പാട് കർഷകരുടെ വിയർപ്പിന്റെ ഉപ്പ് കലർന്നിട്ടുണ്ടെന്ന് നാം ചിന്തിക്കണം. ആ അന്നം വലിച്ചെറിയുന്ന സമയത്ത് കണക്ക് പറയേണ്ടത് നാളെ ദൈവത്തിന്റെ അടുത്തല്ല, മറിച്ച് നമുക്ക് അന്നം തന്നിട്ടും പട്ടിണി കിടക്കേണ്ടി വന്ന ആ കർഷകരുടെ മക്കൾക്ക് മുന്നിലാണ്. കണക്ക് പറയണം. നമ്മൾ ഓരോ അന്നത്തിനും കണക്ക് പറയേണ്ടി വരും. നാം യുവത്വം, നാമാണ് നാളത്തെ വാഗ്ദാനങ്ങൾ. ഇന്നത്തെ തലമുറ നമുക്ക് തരാതെ പോയത് നാം വേണം നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കാം. ഒരന്നമെങ്കിൽ ഒരന്നം നാളേക്ക് വേണ്ടി നമുക്ക് കരുതി വെക്കാം. ഒരു സന്ദേശമെങ്കിൽ ഒരു സന്ദേശം നാളേക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഒരു കുട്ടിയും അന്നത്തെ നിന്ദിക്കരുത്, ഒരന്നം പോലും പാഴാക്കി